നമ്പൂതിരിയുടെ മകനാണെന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. എഴുത്തച്ഛൻ ഒരു നമ്പൂതിരിങ്ങനെ നടന്നു പോയിരുന്നു. നല്ല ജ്യോതിഷ പണ്ഡിതനായിരുന്നു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളിലൊക്കെ ഒരു നില കണ്ടപ്പോൾ ഇപ്പോൾ ഒരു പുത്രൻ ജനിച്ചാൽ അയാൾ മഹാപണ്ഡിതനായി തീരുമെന്ന ഉൾവിളി അന്തർജ്ഞാനം അയാൾക്കുണ്ടായിരുന്നു. തൊട്ടടുത്ത് കണ്ട ഒരു ശൂദ്രഭവനത്തിൽ കയറി ഒരു സ്ത്രീയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ എന്നാൽ ആ സന്തതി എന്നിലുണ്ടാകട്ടെ എന്ന് അവർ പറഞ്ഞു എന്നും അങ്ങനെ ഉണ്ടായതാണ് എഴുത്തച്ഛൻ എന്നും പറയുന്ന കഥ ഈ സാഹിത്യ ചരിത്രം ഉൾപ്പെടെയുള്ള ചരിത്രത്തിലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ സാഹിത്യ ചരിത്രം എടുത്ത് നോക്കിയാൽ അതിൽ എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു നമ്പൂതിരി പണക്കിഴി കുളക്കടവിൽ വെച്ച് കുളിക്കാനിറങ്ങി പശു ചാണം വരാൻ വന്നത് ഒരു ശൂദ്രസ്ത്രീയായിരുന്നു. ഈ കിഴി തിരിച്ച് നമ്പൂതിരി എഴുതിയിട്ടപ്പോ അനുഗ്രഹിച്ചു എഴുത്തച്ഛനായി. അങ്ങനെ നമ്പൂതിരിയുടെ അനുഗ്രഹമോ നമ്പൂതിരിയുടെ ബീജാദാനമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ശൂദ്രൻ ഇങ്ങനെ പണ്ഡിതനായത്? അതാ ആ വൈരുദ്ധ്യം പരിഹരിക്കലായിരുന്നു ആ കഥകളുടെ ലക്ഷ്യം. ഇന്ന് നമ്മളുടെ വൈരുദ്ധ്യങ്ങൾ വേറെ ചിലതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ ഭരതൻ ആനോയുടെ നോവലിലെ രംഗത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ എഴുത്തച്ഛനൊരു കീഴാള സ്വത്വബോധത്തിന്റെ പ്രതിനിധിയാണ് എന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ചിലരുടെ ലക്ഷ്യമാണ്. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ സവർണ സങ്കല്പങ്ങളുടെ പ്രതിനിധിയായി അവതരിപ്പിക്കുക എന്നത് മറ്റു ചിലരുടെ ലക്ഷ്യമാണ്. ഏതായാലും കഥകൾ എപ്പോഴും നിലനിൽക്കുന്ന സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് ചുരുക്കം. അതുകൊണ്ട് എഴുത്തച്ഛനെ കുറിച്ച് ഒരു കഥ എഴുതുന്ന എഴുത്തുകാരി ഈ സംഘർഷങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ഉണ്ടാക്കി വെച്ച ധാരാളം കഥകളുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെയും സംഘർഷങ്ങൾക്കും സങ്കീർണതകൾക്കും അനുസരിച്ച് മനുഷ്യർ സൃഷ്ടിച്ചു വെച്ച വിത്തുകൾ. അത് ഒരു കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള കെട്ടുകഥകളായിരുന്നെങ്കിൽ ഇന്നത് നോവലുകളാവാം, സിനിമകളാവാം. എഴുത്തച്ഛനെ പറ്റി സിനിമ ഉണ്ടായിരുന്നില്ല. ആ സിനിമ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹ്യ സംഘർഷങ്ങളെ മീഡിയേറ്റ് ചെയ്യുന്ന, സമീകരിക്കുന്ന ഒന്നിനെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഒരു കാലത്ത് അത് ഐതിഹ്യങ്ങളും വിത്തുകളുമായിരുന്നെങ്കിൽ ഇന്നത് സാഹിത്യമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിലാണ് ഒരു എഴുത്തുകാരിയുടെ നില. അപ്പൊ എങ്ങനെയാണ്